ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ചേർത്തല പൂരത്തിന് പോവാണ് കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോസൊന്നും ചേർത്തല പൂരത്തിൻ്റെ എടുത്തിട്ടില്ല, കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ. ഓട്ടോ വിളിച്ചാണ് പോയത്. രാജേഷൻ്റെ അപ്പനും അമ്മയും ഞങ്ങൾ 4 പേരും കൂടെയാണ് കേട്ടോ പോയത്. ഇരുട്ടിയിട്ടില്ല കേട്ടോ, അത്യാവശ്യം വെട്ടമൊക്കെ ഉള്ള സമയത്ത് നേരത്തെ വന്നുകൊണ്ട് കുറേ നേരം പോസ്റ്റായി കേട്ടോ. പൂരം ദീപാരാധന കഴിഞ്ഞിട്ട് എന്തോ ആണ് പൂരം അമ്പലത്തിനകത്തോട്ട് കയറുന്നത്. ആളുകൾ തുള്ളി എന്താ പറയുന്ന പടയണിയില്ലേ, അതുപോലെ ഇങ്ങനെ തുള്ളി കയറുന്നത് ദീപാരാധനയ്ക്ക് ശേഷമാണ്. അപ്പോൾ കുറേ നേരം നിന്നു. അമ്പലത്തിൽ ചെന്നപ്പോൾ എൻ്റെ അച്ഛനുണ്ടായിരുന്നു അവിടെ. അങ്ങനെ കണ്ണം കൊണ്ടും പൊന്നുകുട്ടി അവിടെ ഓടി നടപ്പുണ്ട്. കുറേ നേരം നിന്ന് കേട്ടോ. സത്യം പറഞ്ഞാൽ ആ നിപ്പ് കാരണം എനിക്ക് ഭയങ്കര ബാക്ക് പെയിനും ലെഗ് പെയിനും ഒക്കെ ആയിരുന്നു കുറേ നേരം നിന്നതുകൊണ്ട്. പിന്നെ ഭയങ്കര തിരക്കുമായിരുന്നു കേട്ടോ. ആദ്യത്തെ ദിവസം ഞങ്ങൾ മകംവേലയ്ക്ക് പോയായിരുന്നു ചേർത്തലയിൽ അമ്പലത്തിൽ. അപ്പോൾ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ഞാൻ വെടിക്കെട്ടിൻ്റെയൊക്കെ ജസ്റ്റ് ഷോർട്സ് പോലെ എടുത്തുള്ളൂ, വീഡിയോ ആയിട്ടൊന്നും ഞാൻ എടുത്തില്ല. പക്ഷേ ഇത് പൂരത്തിന് നല്ല ഓളമായിരുന്നു കേട്ടോ. ചേർത്തല പൂരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ്. നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്പലത്തിലെ പോലെ തന്നെ ഇങ്ങനെ തെറിപ്പാട്ടൊക്കെ പാടും കേട്ടോ ഇവിടെ ആളുകൾ. പക്ഷേ ഈ വർഷം അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞ നിയമം ഉണ്ടായിരുന്നു. ഈ കൊണ്ടുവരുന്നത് അന്നം അങ്ങനെ എന്തോ സംഭവമാണ് കേട്ടോ. എനിക്കിതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞുതരാൻ അറിയില്ല. രാജേഷണം പറഞ്ഞു തന്നിരിക്കുന്ന ഒരു അറിവാണ്. അന്നമെന്നാണ് പറയുന്നത്. ഇവിടെ ദേവിക്ക് കോഴീനെ ഇങ്ങനെ നേർച്ച കൊടുക്കുന്ന, കോഴിയെ പറപ്പിക്കുക, അങ്ങനെ എന്തൊക്കെയോ വഴിപാടുകളുണ്ട്. അപ്പോൾ ഇതുപോലെ കോഴിയുടെ രൂപം പോലെ ഇങ്ങനെ എടുത്തിട്ട് ആളുകൾ തുള്ളുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പൂരത്തിൻ്റെ സൗണ്ടും ഇതിനകത്തോട്ട് ഇടുന്നുണ്ട്. നമ്മുടെ പൂരത്തിൻ്റെയൊക്കെ ഒരു സൗണ്ട് ഇല്ലെങ്കിൽ പിന്നെ എന്ത് വീഡിയോ അല്ലേ. ഞാൻ ചുമ്മാ ഇങ്ങനെ എൻ്റെ വോയിസ് ഓവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കാര്യമില്ല. അങ്ങനെ ഞങ്ങൾ ഈ പൂരമൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഒരാൾ നല്ല ഉറക്കം കേട്ടോ. ഇത്രയും തിരക്കിനിടയിൽ ചൂടും എടുത്ത് ഇത്രയും ബഹളത്തിനിടയിൽ എങ്ങനെയാണോ ഈ കണ്ണൻകുട്ടന് ഉറങ്ങാൻ പറ്റുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അവനെന്തെങ്കിലും ക്ഷീണം തോന്നിക്കാണും. ഭയങ്കര ചൂടുമായിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു. ആൾത്തിരക്കെന്ന് വെച്ചാൽ അമ്മാതിരി. പിന്നെ ഇടിയും ആളുകൾ ഈ പൂരത്തിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും അതൊരു സ്ഥലത്ത് നിന്ന് കാണുമല്ല ആളുകൾ ചെയ്യുന്നത്. എനിക്കൊക്കെയാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് കാണണം. വെടിക്കെട്ടൊക്കെ തുടങ്ങിയിട്ട് ആളുകൾ നമ്മൾ നിൽക്കുന്നതിൻ്റെ നടുക്കൂടിയൊക്കെ പോവുക. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ചൂടാവുകയൊക്കെ ചെയ്തു. ഇതെന്താണ് ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നത്? മനുഷ്യന് വെടിക്കെട്ടൊന്നും നിന്ന് കാണാൻ അവർ സമ്മതിക്കത്തില്ല. അമ്മാതിരി ആളുകളിങ്ങനെ, എനിക്ക് തോന്നുന്നു തിരക്കിന് മുമ്പ് പുറത്ത് ചാടാനുള്ള പരിപാടിയാണോ എന്ന് എനിക്കറിയത്തില്ല. ആളുകൾ ഇങ്ങനെ ഇടിച്ചിങ്ങോട്ട് വരുമായിരുന്നു. പിന്നെ കുറേ നേരമൊക്കെ ഇങ്ങനെ നിന്നിട്ട് പഴം എറിഞ്ഞു കൊടുക്കും കേട്ടോ. നമ്മുടെ അടുത്തോട്ടെണ്ണം വന്നായിരുന്നു. പക്ഷേ എനിക്ക് ഫോൺ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നത്, കണ്ണൻകുട്ടനെ രാജേഷനെ എടുത്തുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് ആ പഴം നമുക്ക് കിട്ടിയില്ല. പുറകിൽ നിന്ന് ചേച്ചി ചാടി എടുത്തു കേട്ടോ. ഇതുപോലെ ഇങ്ങനെ പഴവോ ചോക്ലേറ്റോ എന്തൊക്കെയോ എറിഞ്ഞു കൊടുക്കും കേട്ടോ. നല്ല രസം, ഒരു പ്രത്യേക വൈബാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ ആൺപിള്ളേർ തുള്ളി മറിഞ്ഞ്, എനിക്കറിയാൻ മേല, ഭയങ്കര തുള്ളലായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ ചേർത്തല പൂരത്തിനെ പറ്റി വിവരിക്കുന്നതുകൊണ്ടൊന്നും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം 2-3-4 വർഷമായിട്ട് ഞാൻ കല്യാണത്തിന് ശേഷമൊക്കെ വരുമായിരുന്നു. ആലപ്പുഴയിൽ നിന്ന് ഇവിടെ വരുമായിരുന്നു കേട്ടോ. ചേർത്തല പൂരം കാണാനൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമായിരുന്നു. ഇതുപോലെ പൂരം കൂടുമോയെന്നൊന്നും എനിക്ക് അത്ര ഓർമ്മയില്ല, എന്നാലും ഞങ്ങൾ വരുമായിരുന്നു കേട്ടോ ഇതുപോലെ പൂരം കാണാനായിട്ടൊക്കെ. പക്ഷേ ഇപ്പോൾ അടുപ്പിച്ച് എന്തായാലും 2-3 വർഷമായിട്ട് കറക്റ്റായിട്ട് പൂരം കൂടാറുണ്ട്. ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ചേർത്തല അമ്പലത്തിൻ്റെ വീഡിയോസൊന്നും ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഞാൻ അമ്പലത്തിനെ കുറിച്ചൊക്കെ എപ്പോഴും ഇടാറുള്ളതല്ലേ. അമ്പലത്തിൽ പോകുന്നതും കാര്യങ്ങളും. ഇടയ്ക്കൊക്കെ ക്യാമറ എങ്ങോട്ടൊക്കെയോ പോകുന്നുണ്ട്. അത്ര തിരക്കായിരുന്നു കേട്ടോ. എനിക്ക് അങ്ങോട്ട് നിന്ന് ആസ്വദിക്കാൻ പറ്റിയില്ല. നല്ല ചൂടുമായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ വന്നതുകൊണ്ട് പറ്റിപ്പോയെന്ന് വെച്ചാൽ ഒരുപാട് നേരം നിൽക്കേണ്ടി വന്നു. എനിക്ക് ഒരുപാട് നേരം ഇങ്ങനെ നിൽക്കാനും ഒന്നും പറ്റത്തില്ല. വന്നതാണ് 5 മണി സമയത്തെങ്ങാണ്ട്, 5-5:30 ആയപ്പോൾ ഞങ്ങൾ വന്നു കേട്ടോ. പൂരം അകത്ത് കയറിയപ്പോൾ 7-8 മണിയെങ്ങാണ്ടായി. അത്രയും നേരം നിന്നിട്ട് ഭയങ്കര ബാക്ക് പെയിൻ ആയിരുന്നു, കാലുവേദനയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വെടിക്കെട്ടൊക്കെ തുടങ്ങി. അങ്ങനെ നിന്നങ്ങ് ആസ്വദിച്ച് വെടിക്കെട്ടൊന്നും കാണാൻ പറ്റിയില്ലെന്ന് വേണമെങ്കിൽ പറയാം. അമ്മാതിരി തിരക്ക് കേട്ടോ. ഇടിക്കുമായിരുന്നു ആളുകൾ. സത്യം പറഞ്ഞാൽ സങ്കടം വന്നു. പിന്നെ ഓക്കെ ആയി. ഈ വെടിക്കെട്ടും പൂരവും എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെയൊന്നും ആളുകളൊന്നും
ഇങ്ങൊക്കെ മാറി കേട്ടോ. ഈ പറഞ്ഞ തിരക്കും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. പിന്നെ ഞങ്ങളും അങ്ങ് മാറി. വെടിക്കെട്ടും പൂരവും ഈ പൂരം തുള്ളി വരുന്നതും ഒക്കെ കാണാൻ, വേല തുള്ളി വരുന്നതൊക്കെ കാണാനാണ് ഒരു രസം. വെടിക്കെട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ 2 ദിവസവും. മകം വേലയുടെ അന്നും ഉണ്ടായിരുന്നു, പൂരത്തിൻ്റെ അന്നും ഉണ്ടായിരുന്നു കേട്ടോ. വെടിക്കെട്ടൊക്കെ നല്ല ഭംഗിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അതൊക്കെ കണ്ടിങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്തു. എനിക്ക് എല്ലാവരുടെയും കൂടെ നിൽക്കുന്നതായിട്ടൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. കാരണം എല്ലാവരും വിയർത്ത് കുളിച്ച് ക്ഷീണിച്ച് അങ്ങനെ ഒരു ഇതായി. അതിനുശേഷം ഈ പൂരവും വെടിക്കെട്ടും ഒക്കെ കഴിഞ്ഞ ശേഷം ആനേനെ മറ്റേ നമ്മുടെ ഇതിന് കൊണ്ടുപോവാണ്, ആറാട്ടിന് കൊണ്ടുപോവാണ് കേട്ടോ. ആനേനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആനയെ റെഡിയാക്കുന്നതൊക്കെ കുറച്ച് നേരം നിന്ന് കണ്ടു കേട്ടോ. കുറച്ച് നേരം കണ്ടു നിന്നതിന് ശേഷം ഇങ്ങനെ ഈ ആറാട്ടിന് പോകുന്നതൊക്കെ കണ്ടു. അവിടെ നിന്ന് കണ്ട് ആറാട്ടിന് പോവുകയാണ് അമ്മ. ഇവിടെ നേരത്തെ ആറാട്ടിനൊക്കെ പോകും കേട്ടോ. സാധാരണ അമ്പലങ്ങളിൽ ഇരുട്ടിയിട്ടൊക്കെയാണ്, കുറച്ചുകൂടെയൊക്കെ ലേറ്റായിട്ടൊക്കെയാണ് ആറാട്ടിന് പോകുന്നത്. പക്ഷേ ഇത് വെച്ചിട്ട് നേരത്തെയാണ്, ഒരു 9 മണി സമയത്തിന് ദേവി ആറാട്ടിന് പോകുന്നുണ്ട്. പിന്നെ കുറേ നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് കണ്ണൻകുട്ടനും പൊന്നുകുട്ടിക്കും കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ച് തിരിച്ചു പോയിട്ട് പിന്നെ തിരിച്ച് പെട്ടെന്ന് പോകുന്നു കേട്ടോ. ഞാനത് ഒന്നും കൂടെ ഒന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി വീഡിയോ തന്നെ ഇങ്ങനെ എടുത്ത്, ഞാൻ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല. അപ്പോൾ അടുത്ത വിഷുവിൻ്റെ തലേ ദിവസത്തെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.